YS അഭിനന്ദിലേക്കാണ്. അഭിനന്ദ്, വലിയ വിമർശനം സഭാ നേതൃത്വങ്ങൾ ഉയർത്തുമ്പോൾ, വലിയ ആശങ്ക പങ്കുവെക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ലക്ഷ്യമിട്ടുള്ളതല്ല എന്ന വിശദീകരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് നമ്മൾ കേട്ടത്. ആശങ്കകൾ ചർച്ചകളിലൂടെ പരിഹരിക്കും, സഭാ നേതൃത്വത്തെ അത് ബോധ്യപ്പെടുത്തും എന്നൊക്കെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട പ്രതികരണങ്ങൾ. പക്ഷേ ഇനി ചർച്ചയില്ല, ആ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുകയാണ് കേന്ദ്ര സർക്കാർ. അക്കാര്യം കിരൺ റിജിജു തന്നെ വ്യക്തമാക്കുന്നതും കണ്ടു. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? ഇനി ചർച്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ. ഒപ്പം തന്നെ പ്രധാനം, നാളെ ലോക്സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയാണ്. അഭിനന്ദ്, റിജിത്ത്, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ ക്രൈസ്തവ സഭകൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് കിരൺ റിജിജു. ഒരുപാട് ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതിനു ശേഷമാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കൃത്യമായി തന്നെ അത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ലെന്നും വിദേശ സംഭാവനയുടെ ധാരാളം പണം രാജ്യത്ത് ഒഴുകുന്നുണ്ടെന്നും കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ നിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നുമാണ് കിരൺ റിജിജു വ്യക്തമാക്കിയത്. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കേരളത്തിൽ വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നത്. അത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്ന് ചില വ്യാജ പ്രചാരണങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കിടയിൽ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഉണ്ടായ ആശങ്ക മാത്രമാണെന്നും ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ സജ്ജമാണെന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റ് ചർച്ചകളിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ചർച്ചയ്ക്ക് ഇത് വരട്ടെ, അപ്പോൾ കൂടുതൽ പറയാമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പക്ഷേ എന്തായാലും കിരൺ റിജിജുവിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് CBSE അടക്കമുള്ള ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നത്. ഈ പ്രതികരണം എടുത്തതിന് ശേഷം തൊട്ടു പിന്നാലെ ഞാൻ ഇവിടെ CBSE ആസ്ഥാനത്തെത്തി ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പ്രതികരണവും എടുത്തു. ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ CBSE ആസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സഭകളുമായിട്ടോ ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങേയറ്റം തെറ്റായ പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് CBSE വ്യക്തമാക്കുന്നത്. നാളെ ഇത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരികയാണ്.